നിലവിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരും, പ്രത്യേകിച്ച് ഇവർ ജനിച്ച് വളർന്ന അന്ന് മുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അവർ അക്ഷയ മുഖാന്തരം ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ സമുദായ സംഘടനയുടെയും റേഷൻ കാർഡിൻ്റെ കോപ്പി ആവശ്യമായ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിരിക്കുന്നത്, ആ പിതാവ് എവിടെ ജനിച്ചോ ആ പിതാവ് ജനിച്ച സ്ഥലത്ത് പോയി, മാതാവും പിതാവും ജനിച്ച സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കൊണ്ടുവന്നാൽ മാത്രമേ മകനായ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരൂ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ഒരു വിരോധാഭാസമായ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ യാതൊരു രേഖകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇവരെന്തെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കാമോ ഈ പട്ടികജാതി വിഭാഗങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയായിട്ട് മുമ്പോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഇടപെടണം. തന്നെയുമല്ല മറ്റൊന്നുള്ളത്, 2 അയൽസാക്ഷ്യമെടുക്കും. അതായത് ഇപ്പോൾ നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സമുദായ സംഘടനയുടെ കത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, രേഖ വെച്ച് സാക്ഷ്യപത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടെ അംഗീകരിക്കത്തില്ല. ഇപ്പം അംഗീകരിക്കുന്നത് ഏതെങ്കിലും എവിടെന്നെങ്കിലും ആരെങ്കിലും വന്നിട്ടുള്ളവർ 2 പേര് വില്ലേജ് ഓഫീസ് പോയി മൊഴി പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതും പ്രശ്നങ്ങളാണ്. കാരണം ഈ കക്ഷിക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ കൂലിവേല എടുത്ത് അവർ പോകുന്നു. ആ കൂലിവേലയുടെ ഇതും കഴിഞ്ഞ് അവർക്ക് വേതനവും കൊടുത്ത് 2 ദിവസത്തെ അവരുടെ സമയവും കളഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ എന്തെങ്കിലും മൊഴി പറഞ്ഞ് ആ മൊഴി അടിസ്ഥാനത്തിൽ സാധനം കൊടുക്കുന്നു. അങ്ങനെ നിരവധി ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്കും വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് വ്യാജമായ കുറേ അധിക ആനുകൂല്യങ്ങൾ പട്ടികജാതി വിഭാഗങ്ങളെ തട്ടിയെടുക്കുന്ന ഒരു നടപടി വന്നിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കുകയും വളരെ അടിയന്തരമായി തഹസിൽദാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇന്നത്തെ ഇടപെട്ടുകൊണ്ട് ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇതിനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നതാണ് KPMS സംസ്ഥാന കമ്മിറ്റി നൽകി ആവശ്യപ്പെടുന്നത്.